വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ ലെൻ ഹൃദയം വല്ലഭനീ എന്നഭയം വന്നിടുമോ പിന്നെ ഭയം വല്ലഭനീ എന്നഭയം വന്നിടുമോ പിന്നെ ഭയം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ബലഹീനരും പാപികളുമായ നമ്മുടെ മേൽ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിൽ എന്ന് വന്നാളും ചൊരിയപ്പെടുമാറാകട്ടെ. ആമേൻ. കാരുണ്യവാനായ കർത്താവേ, ഇന്ന് ഞങ്ങളെ ഈ അനുഗ്രഹീത സ്ഥലത്ത് കൂട്ടിവരുത്തിയ കൃപയ്ക്കായി സ്തോത്രം. ദൈവമേ, നീ വചനമായി ഞങ്ങളുടെ ഇടയിൽ വ്യാപരിക്കുമ്പോൾ ആ വചനത്തെ പഠിക്കുവാനും ആ വചനത്തെ മനസ്സിലാക്കാൻ കൃപ തരണം. ആ വചനത്തിൻ്റെ പഠനത്തെ മാറ്റിവെക്കുന്ന ഇന്നത്തെ ഈ മത്സരത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. ഒരു മത്സരത്തിനപ്പുറം വചനത്തെ കൂടുതൽ ആഴത്തിൽ ഗ്രഹിക്കാനുള്ള ഒരു സാധ്യതയായി അവിടുന്ന് ഇതിനെ രൂപാന്തരപ്പെടുത്തണം. ഈ പ്രസ്ഥാനത്തെയും ഇതിൽ പ്രവർത്തിക്കുന്നവരെയൊക്കെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് മത്സരാർത്ഥികളായി കടന്നു വന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഫൈനൽ റൗണ്ടിലേക്ക് വരാൻ പറ്റാത്തവരുണ്ട്. ദൈവമേ, അവർക്ക് കൂടുതൽ നന്നായി പരിശീലിക്കുവാനും മുൻപോട്ടുള്ള കാലങ്ങളിൽ വരുവാനുള്ള കൃപയും ബലവും നൽകണം. ഇന്നത്തെ ഞങ്ങളുടെ കൂട്ടായ്മ അനുഗ്രഹത്തിനായി തീരണേ. എല്ലാ നന്മകളാലും നിറയ്ക്കണേ. ഞങ്ങളുടെ ബോധജ്ഞാനങ്ങളെ പ്രകാശിപ്പിക്കണേ. വചനത്തിൻ്റെ അഭിഷേകത്താൽ നിറയ്ക്കണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും ഈ മത്സരത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി വന്നിരിക്കുന്ന ആൾക്കാരുടെ ഒരു അറിവിലേക്കായി ഇവിടെ സ്കൂൾ ഓഫ് ഫുൾനെസ് എന്ന ഒരു ചാരിറ്റബിൾ പ്രസ്ഥാനവും ക്രിസ്റ്റോതെറാപ്പി മിഷൻ കോര ജേക്കബ് ഫൗണ്ടേഷൻ എന്ന ഒരു ആത്മീയ പ്രസ്ഥാനവുമാണ് ഇവിടെ പ്രവർത്തിച്ചു വരുന്നത്. ആചാര്യ കോര ജേക്കബിനാൽ സ്ഥാപിതമായ ഈ രണ്ട് പ്രസ്ഥാനവും ഇവിടെ ആത്മീയപരമായും സാമൂഹികവുമായുമുള്ള ഉന്നമനത്തിനു വേണ്ടി കഴിഞ്ഞ 98 ആരംഭിച്ച് 2004 ഇവിടെ പ്രവർത്തനം ആരംഭിച്ച ഈ പ്രസ്ഥാനം വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കുവാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി ആഗ്രഹിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അങ്ങനെ വചനം ബുദ്ധിയുടെ പ്രായോഗികതയുടെ ആത്മീയ തലങ്ങളെ സ്പർശിക്കുന്നു. വചന പഠനത്തിലൂടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ശരിയായ ദിശാബോധം ഉണ്ടാകുവാനും നമ്മെ സഹായിക്കുന്നു. ഈ ഒരു ബോധ്യത്തിലാണ് നമ്മൾ ബിബ്ലിയ കഴിഞ്ഞ വർഷം ആരംഭിക്കുകയും ഇതിൻ്റെ രണ്ടാമത് ആയി ഈ വർഷം ബിബ്ലിയ 2025 എന്നുള്ള ക്വിസ് കോമ്പറ്റീഷൻ ഇവിടെ നടത്തപ്പെടുന്നത്. ഇതിലേക്ക് പങ്കെടുത്ത 12 ടീം അംഗങ്ങളെയും വളരെ നന്ദിയോടെ സ്വാഗതം ചെയ്യുന്നു. അതിൽ ആദ്യ റൗണ്ട് 25 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ 7 ടീം അംഗങ്ങളെയാണ് നമ്മൾ കോമ്പറ്റീഷൻ റൗണ്ടിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവരുടെ പേര് വിളിക്കുമ്പോൾ എല്ലാവരും നല്ല കൈയോടുകൂടി അവരെ മുൻപിലേക്ക് കടന്നു വരണം. ഒരു 7 ടീമുകളും കടന്നു വന്നു കഴിയുമ്പോൾ അത് നറുക്കിട്ട് അവരുടെ ചെസ് നമ്പേഴ്സ് നമ്മൾ നോക്കി അവർക്ക് ആ സീറ്റിലേക്ക് ഇരിക്കാവുന്നതാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കരസ്ഥമാക്കിയ AM തോമസ് ആൻഡ് മറിയാമ്മ തോമസ്, നല്ലൊരു കൈയോട് മുമ്പോട്ട്. ലിസി വർഗീസ് ആൻഡ് ജെസി ടോമി. ബിന്നി കുര്യൻ,
ലൈസമ്മ മാത്യു. എൽദോ കെ വി, ലത എൽദോസ്. ഷെർലി അലക്സ്, ലീന തോമസ്. ലാലി പോൾ, പൊന്നമ്മ കുറിയക്കോസ്. അനിൽ ടിയോ, സ്വശാമ സ്കറിയ. ബിബ്ലിയ 2025 ക്വിസ് കോമ്പറ്റീഷനിലേക്ക് നമ്മുടെ ക്വിസ് മാസ്റ്റർ എത്രയും ബഹുമാനപ്പെട്ട കുര്യൻ മാത്യു അവറുകളാണ്. അദ്ദേഹത്തെ കൂടുതലായി ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തെ വളരെ ഹാർദവമായി ഈ കോമ്പറ്റീഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. രണ്ടായിരത്തി 2025 ബിബ്ലിയയിലേക്ക് മത്സരാർത്ഥികളെ വന്ന എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രാവശ്യം കോട്ടയത്തു നിന്നും എറണാകുളത്തു നിന്നൊക്കെ ആളുകളുണ്ട്. മിക്കവാറും എല്ലാ ആളുകളും നമ്മൾ വിവിധ ക്വിസ് കോമ്പറ്റീഷനുകളിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളവരാണ്. ഒന്ന് രണ്ട് പേരെ എനിക്ക് എൻ്റെ പരിചയക്കുറവുള്ളവരുള്ളൂ. ഏതായാലും എല്ലാവർക്കും വിജയാശംസകൾ ആദ്യമേ തന്നെ നേരുന്നു. പ്രിയപ്പെട്ട റെനി ഓർമ്മപ്പെടുത്തിയതുപോലെ ഈ പ്രസ്ഥാനം അത് ദൈവവചനത്തിൻ്റെ ഒരു പ്രത്യാശ ലോകത്തിന് പകർന്നു കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആചാര്യനെ ഓർത്തുകൊണ്ട് ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഓർത്തുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ക്വിസ് മത്സരം ആരംഭിക്കുകയാണ്. 10 റൗണ്ടുകളാണുള്ളത്. ഒന്നാമത്തെ റൗണ്ട് നമുക്ക് നൽകപ്പെട്ട ബുക്ക് പോലെ എസ്തേറിൽ നിന്നുള്ള ഒരു റൗണ്ടാണ്. രണ്ടാമത്തെ റൗണ്ട് സദൃശ്യവാക്യങ്ങളിൽ നിന്നുള്ളതാണ്. മൂന്നാമത്തേത് ആമോസിൽ നിന്ന്, നാലാമത്തേത് എബ്രായറിൽ നിന്ന്, 5 വെളിപാടിൽ നിന്ന്. ആറാമത്തെ റൗണ്ട് ഡിഡാക്കയിൽ നിന്നുള്ളതാണ്. ഏഴാമത്തെ റൗണ്ട് ക്യാനോൻ വേദപുസ്തക രൂപീകരണം എന്നുള്ളതേ അതിൻ്റെ ഒരു ഉദ്ദേശമുള്ളൂ, ഞാൻ പറഞ്ഞിരുന്നത്. ആൻഡ് 8th വൺ ഈസ് നമ്മുടെ ക്രിസ്ത്യൻ പാട്ടുകൾ. നമുക്കറിയാം എല്ലാ പാട്ടുകളും അത് വേദപുസ്തകത്തിലെ ചില സ്ഥലങ്ങളിൽ നിന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ആ പാട്ടുകൾ ഒന്ന് പാടുമ്പോൾ അതേത് ഭാഗത്തു നിന്നാണെന്ന് പറയുക എന്നുള്ളതാണ് ആ ചോദ്യം. 9ാമത്തേത് നമുക്ക് ക്രിസ്ത്യാനിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സൈൻസ്, അടയാളങ്ങൾ. അടയാളം നമ്മുടെ സ്ക്രീനിൽ വരും, അതേതാണെന്ന് നമ്മൾ പറയുക എന്നുള്ളതാണ്. ചിലപ്പോൾ അതൊരു വ്യക്തിയെ സൂചിപ്പിക്കുന്നതായിരിക്കും, ചിലപ്പോൾ പ്രസ്ഥാനത്തെ സൂചിപ്പിക്കുന്നതായിരിക്കും. എന്താണത് സൂചിപ്പിക്കാൻ, അതിൻ്റെ അർത്ഥം എന്താണ്? ആൻഡ് ഫൈനലി റാപ്പിഡ് ഫയർ. റാപ്പിഡ് ഫയറും നമുക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഡയറക്റ്റ് ചോദ്യങ്ങൾക്കുള്ളതുപോലെ 30 സെക്കൻഡാണ് റാപ്പിഡ് ഫയറിനുള്ളത്. റാപ്പിഡ് ഫയറിൽ ഓരോ ചോദ്യങ്ങൾക്ക് 3 പോയിൻ്റ് വെച്ചായിരിക്കും ഉണ്ടാവുക. മറ്റേ നമ്മുടെ റൗണ്ടുകളിൽ നമ്മളെ ചോദ്യങ്ങളെല്ലാം നമുക്ക് കൈമാറ്റം ചെയ്യപ്പെടാവുന്ന ചോദ്യങ്ങളാണ്. 10 പോയിൻ്റ് ആയിരിക്കും ഡയറക്റ്റ് ക്വസ്റ്റ്യന്. കൈമാറ്റം ചെയ്യപ്പെട്ട് വരുമ്പോൾ, പാസ് ചെയ്യപ്പെട്ട് വരുമ്പോൾ 5 പോയിൻ്റ് ആയിരിക്കും ലഭിക്കുക. അങ്ങനെ നമ്മുടെ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ബോധ്യപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഫ്രം എ ടു ജി എല്ലാവർക്കും ബിബ്ലിയ 2025 സ്വാഗതം. ആൻഡ് വി ആർ സ്റ്റാർട്ടിങ് അവർ ക്വിസ് പ്രോഗ്രാം ടു ടീം എ ഫ്രം എസ്തേർ എന്ന പുസ്തകത്തിൽ നിന്നുള്ള ചോദ്യമാണ് നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത്. നമ്മുടെ സത്യവേദ പുസ്തകം BSI ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ പുസ്തകമാണ്. വെരി ഫസ്റ്റ് ക്വസ്റ്റ്യൻ,
ഹദസെ എന്ന എബ്രായ നാമം ആരുടേതാണ്? എസ്തേറിൻ്റെ നാമം. കൃത്യമായ ഉത്തരമാണ്. 10 പോയിന്റ്. രണ്ടാമത്തെ ചോദ്യം ടു ടീം ബി. എസ്തേറിൻ്റെ പിതാവിൻ്റെ പേരെന്താ? അബിഹൈൽ. വളരെ കൃത്യമായ ഉത്തരമാണ്. ഒന്ന് കൈയടിച്ച് നമ്മുടെ ഓഡിയൻസിൻ്റെ ഉത്തരവാദിത്തമാണ്. കാരണം അത് നമുക്കറിയാമല്ലോ. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം ടു ടീം സി. എസ്തേർ എന്ന രാജ്ഞിക്ക് രാജസന്നിധിയിൽ കൂടുതൽ സ്വാധീനം ലഭിക്കാൻ കാരണക്കാരായ 2 പേരാണ് ബിഗ്ദാനും തേരശും. ആരാണിവർ? തേരശും അഹസ്വേരോസ് രാജാവിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച എക്സാക്ട്ലി ഷണ്ടന്മാർ. വളരെ കൃത്യമായിട്ട് ആദ്യത്തെ റൗണ്ടിന് അടിച്ചാൽ മതി, അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി അടിച്ച ശേഷം വയ്ക്കുക. അവർക്കൊരു പ്രോത്സാഹനത്തിനാണ്. ഓക്കെ, ആൻഡ് ടീം ഡി. നാലാമത്തെ ചോദ്യം. ഓക്കെ, ഈ സത്യം പറഞ്ഞാൽ ഈ എസ്തേർ എന്ന പുസ്തകം എല്ലാ അധികാര സ്ഥാനങ്ങൾക്കും ഉള്ള ഒരു കൃത്യമായൊരു മെത്തഡോളജി തരുന്ന ഒരു പുസ്തകമാണ്. എന്താകരുത്, എന്താകണമെന്ന് സൂചിപ്പിക്കും. അതിലേറ്റവും വലിയൊരു നെഗറ്റീവ് കഥാപാത്രമാണ് ഹാമാൻ. ചോദ്യം വളരെ സിമ്പിളാണ്. ഹാമാന് മൊർദെഖായിയോട് വിരോധം വരാൻ കാരണം? കൃത്യമായ വാക്കുകൾ. മൊർദെഖായി ഹാമാനെ കുമ്പിട്ടില്ല, നമസ്കരിച്ചില്ല. ഈ മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവാണെന്ന് പറയുന്നത് ഈ മെഗ്ലോമാനിയ. അതായത് ഒരു ചെറിയ സ്ഥാനം കിട്ടിയാൽ അതെന്ത് വലുതാണെന്ന് ചിന്തിക്കുന്ന ഒരു ദുരവസ്ഥ ലോകത്തുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ വലിയ ഗുണം, പല സോഷ്യൽ സ്റ്റാറ്റസിലുള്ളവരുണ്ട്, പക്ഷേ എല്ലാവരും ഒരുപോലെ സർവീസ്, സേവനമാണ് ഒന്നാം സ്ഥാനത്തെന്ന് ചിന്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഓക്കെ, ആൻഡ് ഫിഫ്ത്ത് വൺ ടു ടീമി. യഹൂദന്മാർക്കുണ്ടായ പ്രതിസന്ധി എസ്തേറിലൂടെ രാജാവ് മുഖാന്തരം പരിഹരിക്കാൻ, വഴി തെളിയാൻ എസ്തേർ അവർക്ക് നൽകിയ നിർദ്ദേശം. കേൾക്കാം. കൃത്യമായ ഉത്തരം, നല്ല കൃത്യമായ ഉത്തരം. ടീം ഇ 10 പോയിന്റ്സ് ആൻഡ് ടീം എഫ്. ഹാമാനെ ആദരിക്കാത്ത മൊർദെഖായിയെ വകവരുത്താൻ മാർഗനിർദ്ദേശം കൊടുത്തവരാര്? കൃത്യമായ ഉത്തരം ഭാര്യ സേരശും കൂട്ടുകാരും. ആൻഡ് ടു ടീം ജി. ഹാമാന്റെയും കൂട്ടരുടെയും പിടിയിൽ നിന്ന് ഇസ്രായേൽ ജനം രക്ഷിക്കപ്പെട്ടതിൻ്റെ സൂചനയായി ആഘോഷിക്കുന്ന പെരുന്നാൾ, പുരീം പെരുന്നാൾ. കൃത്യമായ ഉത്തരം. അപ്പോൾ നമ്മുടെ ടീം എ ടു എഫ് എല്ലാവരും വളരെ ഭംഗിയായിട്ട് തന്നെ ഒന്നാമത്തെ റൗണ്ട്. നമുക്ക് ഈ മൈക്ക് എടുത്ത് പറയുന്നതല്ല, കാരണം ലൈവ് പോകുന്നത്, ഇതിൻ്റെ പ്രസ്ഥാനത്തിലുള്ള എല്ലാവരും ഇത് സശ്രദ്ധ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഉത്തരം പറയാൻ മതി, പോകണ്ട. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ റൗണ്ട് പൂർത്തീകരിച്ചു. എല്ലാവരും ഒരുപോലെ എല്ലാവരും 10 പോയിന്റ് നേടിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ക്വിസ് ഇട്ടിട്ട് ആദ്യമായിട്ടാണ് തോന്നുന്നു ഇത്രയും സിമ്പിളായ ചോദ്യം. താങ്ക് യു. ഓക്കെ, സോ റൗണ്ട് 2 സ്റ്റാർട്ട്സ് ഫ്രം ടീം ജി. ഓക്കെ, സദൃശ്യവാക്യങ്ങൾ എന്നുള്ള ചോദ്യം. സദൃശ്യവാക്യ ലേഖനകർത്താവിൻ്റെ അഭിപ്രായത്തിൽ ഡാഷ് ജ്ഞാനത്തിൻ്റെ ആരംഭവും ഡാഷ് വിവേകവും ആകുന്നു. അവിടെ സമയം ഓടുന്നുണ്ട്. കൃത്യമായ ഉത്തരം. There is a second part very important. Usually forget it. കൃത്യമായ ഉത്തരം പരിശുദ്ധന്മാരെ കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവുമാകുന്നു. വെരി ഗുഡ്. ടു സെക്കൻഡ് ക്വസ്റ്റ്യൻ ടു ടീം എഫ്. ശലോമന്റെ അഭിപ്രായത്തിൽ പന്നിയുടെ മൂക്കിൽ പൊന്മൂക്കുത്തി പോലെ എന്ന് വിശേഷിക്കപ്പെട്ടത് ആരാണ്? പന്നിയുടെ മൂക്കിൽ പൊന്മൂക്കുത്തി പോലെ എന്ന് ശലോമോൻ വിശേഷിപ്പിച്ചത് ആരെയാണ്?
0 transferred. പന്നിയുടെ മൂക്കിൽ പൊന്മൂക്കുത്തി പോലെ എന്ന് ശലോമോൻ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? വിവേകമില്ലാത്ത സുന്ദരി. കൃത്യമായ ഭാഗമാണ്, വിവേകമില്ലാത്ത സുന്ദരിയെക്കുറിച്ചുള്ള പ്രയോഗം. എക്സാക്ട്ലി. ആൻഡ് ടു ടീം ഇ ദ ക്വസ്റ്റ്യൻ. ശലോമോൻ വെള്ളിത്താലത്തിൽ പൊന്നാരിങ്ങ പോലെ എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? കൃത്യമായ ഉത്തരം. മൈക്ക് ഉപയോഗിക്കുന്നു, ഒന്നിടന്ന് പറയൂ. തക്ക സമയത്ത് പറയുന്ന ഉത്തരം. വളരെ കൃത്യമായ ഉത്തരം. യെസ്. ടു ടീം ഡി. ഈ സദൃശവാക്യങ്ങൾ ഒരു എഫക്റ്റീവ് ആൻഡ് വളരെ വിജയകരമായ ജീവിതത്തിനുള്ള കുറേ മാർഗനിർദ്ദേശങ്ങൾ അതിനകത്തുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചില സൂചകങ്ങൾ ഇന്നും പ്രസക്തമാണ്. ചില കാര്യങ്ങൾ ഒരുപക്ഷെ കാലത്തിനതീതമായിട്ട് നിലകൊള്ളുന്നു. അതിൽ മനോഹരമായൊരു പ്രയോഗമാണ് ശലോമോൻ. മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാണ് ആ വ്യക്തി. ആരെക്കുറിച്ച് പറഞ്ഞു? മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെ. സൂചന തകർച്ചയുണ്ടാകും എന്നുള്ളതാണ്. ടൈം ഈസ് റണ്ണിങ്. ഇട്ടുലിക്കകത്ത് ചൂടുണ്ട്. ആൻസർ അതല്ല. ഓക്കെ, ചേച്ചി. കൃത്യമായ ആത്മസംയമനമില്ലാത്ത പുരുഷൻ എന്നാണ് അതിൻ്റെ ഉത്തരം. കൃത്യമായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടു ടീം സി. സദൃശവാക്യം ആ ഒരു പെർസ്പെക്റ്റീവിലാണല്ലേ എഴുതിയിരിക്കുന്നത്. സോ അതേ ഫ്രെയിമിലുള്ളൊരു ചോദ്യമാണ്. നായ സ്വന്തം ഛർദിയിലേക്ക് തിരിയുന്നത് പോലെയുള്ള പ്രവൃത്തി എന്താണ്? കൃത്യമായ ഉത്തരം. ഭോഷൻ തൻ്റെ ഒരു മൂഢൻ തൻ്റെ ഭോഷത്തെ. കൃത്യമായ ഉത്തരം. ചുറ്റിമ്പി. അവൻ്റെ കണ്ണ് തൊട്ടരികത്തെ കാക്ക കുത്തിപ്പറിക്കും, കഴുകൻ കുഞ്ഞുങ്ങൾ തിന്നുകയും ചെയ്യുമാരുടെ. നേരത്തെ പറഞ്ഞാൽ ചൂടുണ്ട്. കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആൻസർ ഏതാണ്ട് കറക്റ്റാണ്. പക്ഷേ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഞാനൊരു 5 പോയിന്റ് അവർക്ക് കൊടുക്കുകയാണ്. കൃത്യമായിട്ട് പറയാം. അമ്മയെ പരിഹസിക്കുകയും ചെയ്യുന്നവൻ തോട്ടരികത്തെ. അതാണ് പറഞ്ഞത്. പക്ഷേ അത്ര ശരിയല്ല. ഓക്കെ, നമുക്ക് പറയാമോ എൻ്റെ ബാക്കി? എൻ്റെ അധ്യാപിക കൂടി കേട്ടു. ശപിക്കുകയും അമ്മയെ പരിഹസിക്കുകയും അപ്പനെ പരിഹസിക്കുകയും അമ്മയെ നിന്ദിക്കുകയും ചെയ്യുന്നു. അപ്പനെ പരിഹസിക്കുകയും അമ്മയെ ദുഷിക്കുകയും ചെയ്യുന്നവൻ്റെ. അതിനകത്ത് കൃത്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പദം അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുക എന്നുള്ളൊരു പദമാണ്. അമ്മയെ അനുസരിക്കാതിരിക്കുക. ഒരുപക്ഷെ വേദപുസ്തകങ്ങൾ നമ്മൾ മാറി ഉപയോഗിക്കുന്നതിന് ചെറിയ പ്രയാസം വരുമായിരിക്കും. കൂടുതൽ ആളുകൾ വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നവരുണ്ടാകും. പക്ഷേ നമ്മൾ ഈ ഒരു സ്ട്രിക്റ്റ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് നമുക്കതാണ് അതിനകത്ത്. ഓക്കെ, അത് 5 പോയിന്റ് അവർക്ക് അത് മാത്രം നിൽക്കുകയാണ്. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ടു ടീം എ. ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവും ആകുന്നു. യഹോവഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. ആരുടെ വാക്കുകൾ?
യെസ്, കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ ലെമുവേലിന്റെ അമ്മ അവന് പറഞ്ഞു കൊടുത്തത്. കൃത്യമായ ഉത്തരം ലെമുവേൽ രാജാവിൻ്റെ അമ്മയുടെ 31 അധ്യായം ലെമുവേൽ രാജാവ്. യെസ്, ഇറ്റ്സ് റിപ്രൊഡ്യൂസ്ഡ് ബൈ സലോമോൻ. പക്ഷേ നമ്മൾ അങ്ങനെയാണ് അതിനകത്ത് വായിക്കുന്നത്. ദാറ്റ്സ് വെരി ഗുഡ്. നമ്മുടെ 2 റൗണ്ടുകൾ അവസാനിച്ചിരിക്കുകയാണ്. സോ ദ സ്കോർ ഒന്ന് വായിച്ചു. Team A on 20, Team B on എന്ത് 15, കൈയടിക്കണം. Team C on 25, Team D on 15, Team E on 20, Team F on 10, and Team G on 20. Leading Team C. That's great. And round 3 നമുക്ക് starts from Team A. എടോ ദർശക, യഹൂദാദേശത്തേക്ക് ഓടിപ്പോയിക്കൊള്ളുക, ബേഥേലിൽ പ്രവചിക്കരുത്. ആര് പറഞ്ഞു നോക്ക്? അമസ്യാവ് ആമോസിനോട് കൃത്യമായ ഉത്തരം അമസ്യാവ് ആമോസിനോട് പറഞ്ഞു. ടു ടീം ബി. അവൻ്റെ ഉയരം ദേവദാരുക്കളുടെ ഉയരം പോലെയായിരുന്നു. അവൻ കരുവേലകങ്ങൾ പോലെ ശക്തിയുള്ളവനുമായി. എങ്കിലും ഞാൻ മീതെ അവൻ്റെ ഫലവും താഴെ അവൻ്റെ വേരും നശിപ്പിച്ചു കളഞ്ഞു. ആരുടെ? കൃത്യമായ ഉത്തരം അമോര്യൻ്റെ. ടു ടീം സി. യഹോവ അതിനെക്കുറിച്ച് അനുതപിച്ചു, അത് സംഭവിക്കുകയില്ല എന്ന് അരുളി ചെയ്തു. എന്തിനെക്കുറിച്ച്? 2 കാര്യങ്ങളുണ്ട്. യഹോവ അതിനെക്കുറിച്ച് അനുതപിച്ചു, അത് സംഭവിക്കുകയില്ലെന്ന് അരുളി ചെയ്തു. എന്തിനെക്കുറിച്ച്? വാളും ക്ഷാമവും. ടീം ഡി. Time is running out. We have 15. എന്തിനെക്കുറിച്ചാണ് അനുദപിച്ചത്? ഓക്കെ, ടു ടീം എ അല്ല. അതെ, അതെന്താണെന്ന് ചോദ്യം. 2 കാര്യങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. Yes, your time. Team G. ഞാൻ ചോദിച്ചു 2 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചു. പിന്നെ സെക്കൻഡ് വൺ. ടൈം ഔട്ട്. നമുക്ക് ഒരു 2.5 പോയിന്റ് കൊടുക്കാം. പിന്നെ തീ പറഞ്ഞു. തുള്ളൻ പുല്ല് തിന്നു വീട്ടിൽ. കൃത്യമായ ഉത്തരം. രണ്ടാമത്തെ വീട്ടിൽ. അപ്പോൾ വീട്ടിൽ 2.5. ജി 2.5 ആൻഡ് ടീം എ 2.5. അടുത്ത ആരോടാണ്? ആമോസ് പ്രവചിച്ച കാലത്തെ രാജാക്കന്മാർ. കൃത്യമായ ഉത്തരം ഉസിയാവ്, യെരോബെയാം. നൗ ടു ടീം ടിമി. ക്വസ്റ്റ്യൻ: യഹോവയായ കർത്താവ് ദാഷ്യനോട് തൻ്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യില്ല. അതിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പുസ്തകം തന്നെ ഉണ്ടായത്. ആ ഒറ്റ വാക്കിൽ നിന്നാണ്. യഹോവയായ കർത്താവ് ദാഷ്യനോട് തൻ്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യം ചെയ്യില്ല. മാർക്സ് കറക്റ്റാണ്. ഒന്നുകൂടെ ഒന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും? ഓക്കെ, പ്രവാചകന്മാരായ തൻ്റെ ദാസർക്ക് എന്നുള്ളതാണ്. ഓക്കെ, ദാറ്റ്സ് 10 പോയിന്റ് കൊടുക്കാം. ടീം ഇ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ടീം എഫ്.
നമുക്കറിയാം വളരെ പ്രസിദ്ധമാണ് ആമോസിൻ്റെ വാക്കുകൾ. ഞാൻ പ്രവാചകനല്ല, പ്രവാചക ശിഷ്യനാണ്. ഇത് ആമോസ് ആരോട് പറഞ്ഞതാണ്? കൃത്യമായ ഉത്തരം ആമോസ് അമസ്യാവിനോട് പറഞ്ഞ ഉത്തരമാണ്. ടീം എഫ് 10 points and finally to team G കിയുനാര. ഗ്രീക്ക് ദേവൻ. നക്ഷത്രദേവൻ. ടീം ബി 5 points. ടീം ബി 5 points. അവർക്ക് ഒരു 2.5. Okay. So we are in the 4th round. നാലാമത്തെ റൗണ്ട്. നാലാമത്തെ റൗണ്ട് എബ്രായർ പുതിയ നിയമത്തിലേക്ക്. സോ നമ്മൾ സ്വിച്ച് ഓവർ ചെയ്യാണ് ടു ന്യൂ ടെസ്റ്റ്മെന്റ്. റൗണ്ട് 4 എബ്രായർ. ഹിബ്രൂസ്. ഈ ഹിബ്രൂസിൻ്റെ പൊതുവായിട്ടുള്ളൊരു പ്രത്യേകത നമുക്കറിയാം. പൗലൂസിലാണ് അതിൻ്റെ ലേഖനകർത്തൃത്വം നൽകിയത്. പക്ഷേ വേദശാസ്ത്രജ്ഞന്മാർ അത് അംഗീകരിക്കുന്നില്ല എഴുത്തിൻ്റെ ശൈലി കൊണ്ടും അതിനകത്ത് എബ്രായരോടുള്ള കുറച്ച് പ്രതിപത്തി കൂടിയത് കൊണ്ടും. കാരണം അങ്ങനെ ഒരിക്കലും പൗലൂസ് എഴുതാൻ സാധ്യതയില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് 14-13 ഉള്ളെന്നാണ് പറയുന്നത്. ഇതുമാട്ടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സുവിശേഷ ഭാഗമാണ്, ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. സോ ദ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട്സ് ഫ്രം ഹിയർ. ടീം ജി. എബ്രായ ലേഖനകർത്താവിൻ്റെ വളരെ പ്രസിദ്ധമായ ചില പ്രയോഗങ്ങൾ. അതിൽ എബ്രായ ലേഖനകർത്താവ് ഭയങ്കരം എന്ന് വിവക്ഷിക്കുന്ന ഒന്നുണ്ട്. അതേതാണ്? അത് നമ്മുടെ സ്ത്രീകളുടെ ശവസംസ്കാര ഭാഷയിൽ നമ്മളൊന്നുകൂടെ സൂചിപ്പിക്കുന്നുണ്ട്. ഭയങ്കരം. പോരാ. ടീം എഫ്. കൃത്യമായ ഉത്തരം. നമ്മുടെ സ്ത്രീകളുടെ ശവസംസ്കാരം ഉപയോഗിക്കുന്ന അഞ്ചീട മരണത്തെ ഞാൻ നിദ്രാഭീതിയും ഇല്ലെന്ന് ദൈവം തീയിൽ നടത്തിയിടും വിധിയോർത്ത് അഞ്ചിയിടുന്നേ ഞാൻ. സോ ടീം എഫ് 5 points. അടുത്തത് നമുക്കറിയാം, സന്തോഷിക്കാൻ നമുക്കൊരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ എബ്രായ ലേഖനകർത്താവ് പറയുന്നു, സ്വർഗത്തിൽ ഇത് ഉണ്ട് എന്നറിഞ്ഞാണ് നിങ്ങൾ സന്തോഷിക്കേണ്ടത്. എന്തുണ്ടെന്നറിഞ്ഞു? സമയമുണ്ട് ചിന്തിക്കാൻ. പെട്ടെന്ന് പറയണമെന്നില്ല. യു ഹാവ് 30 seconds. പേര് എനിക്ക് തോന്നുന്നത് വെളിപാടുമായിട്ടാണ് കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. എബ്രായ ലേഖനകർത്താവ് അതിനെക്കുറിച്ച് അത്ര ഗൗരവമായിട്ട് കാണുന്നില്ല. സ്വർഗത്തിൽ ടീം സി ഉത്തമമായ സമ്പത്ത് ഉള്ളതുകൊണ്ട്. ഞാനൊരു വാക്കുകൂടെ അതിനോട് ചേർന്നാൽ കൃത്യമായി. സമ്പത്ത് നിങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് എന്നറിഞ്ഞു. അതിനല്ല, ഒരു വാക്കുകൂടി ഉണ്ട്. അതോട് വാക്കുകൂടെ കറക്റ്റായി. ഓക്കെ, ഐ എം ഗിവിംഗ് ദം 3. യെസ്, ദാറ്റ്സ് ഇറ്റ്. ബി, ടീം B2. നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് സ്വർഗത്തിൽ. വെളിപാട് പുസ്തകത്തിലാണ്. മറ്റേ മെമ്പർഷിപ്പ് തിങ്സ് ആർ ദെയർ. ഓക്കെ, ടീം ഇക്ക് അടുത്ത ചോദ്യം അല്ലേ? ടീം ഇ ഇവിടെ നമ്മളല്ലേ കഴിഞ്ഞേ? അതെ, ഓക്കെ. ടീം ഇ അടുത്ത ചോദ്യം. എബ്രായ ലേഖനകർത്താവ് പൊതുവെ വളരെ വിശ്വാസം എന്നുള്ളത് കൊണ്ട് തന്നെ രക്ഷയുടെ മാർഗം തുറക്കുന്നു എന്ന് പ്രസ്താവിക്കുന്ന ആളാണ്. അതിൽ കൃപയെക്കുറിച്ചുള്ള ചില പരാമർശങ്ങളുണ്ട്. എങ്കിലും കഠിനമേറിയ ശിക്ഷ ഒരു വിഭാഗം ആളുകൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്.
കഠിനമേറിയ ശിക്ഷ. ഒരേ ഒരു ഭാഗത്ത് അത് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വിഷയം ആർക്കാണ്? ഒരേ ഒരു ആളുകൾക്ക്, ഒരേ ഒരു വിഭാഗത്തിന് അത്രേ ഒരു ഈ കാര്യം പറഞ്ഞു. യു ഹാവ് ടൈം ഓഫ് ചെയ്യാം. ദൈവിക ദാനം അറിഞ്ഞിട്ട് പിന്മാറിപ്പോയി ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവർക്ക്. കഠിനമേറിയ ശിക്ഷ ആർക്ക് ലഭിക്കുന്നു? ദൈവത്തിൽ നിന്ന് ഇവിടെയല്ലേ നമ്മൾ തുടങ്ങി? അങ്ങനെ നമ്മൾ ഓഡിയൻസിന് അവസരം വന്നിരിക്കുകയാണ്. കഠിനമേറിയ ശിക്ഷ ആർക്ക് കിട്ടും? പലരുടെ മുഖം എനിക്ക് കിട്ടും വെച്ചാന്നുള്ള അതല്ല. ഇതെല്ലാം നമ്മളെ ഇറ്റ്സ് ലൈക്ക് പിന്നീട് കോൺഫ്ലിക്റ്റ് ആൻസർ നമ്മളതിൻ്റെ ചുറ്റും പോവാണ്. ആ വീണ്ടും പിന്മാറിപ്പോയാൽ ഇവിടെ അദ്ദേഹം പറഞ്ഞത് 10:29 കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുന്നവന്, കൃപയുടെ ആത്മാവിനെ ഒരേ ഒരു പ്ലേസിലാണ് ആ ഒരു പരാമർശം അദ്ദേഹം പറയുന്നത്. കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുന്നവന് കഠിന ശിക്ഷ ലഭിക്കും. ഓക്കെ, അടുത്ത ആരോടായിരുന്നു? ചിന്തി. നമുക്കറിയാം, ഈ എപ്പോൾ വിശ്വാസത്തെക്കുറിച്ചൊരു ഡെഫിനിഷൻ ചോദിച്ചാൽ നമ്മൾ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ആ ഒരു ഡെഫിനിഷനെ സാധൂകരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ താഴോട്ട് പറഞ്ഞു വരുന്നുണ്ട്. അതിനകത്ത് ഹാനോക്കിൻ്റെ പ്രത്യേകതയായിട്ട് പറഞ്ഞാൽ എന്താ? ഒരു വാക്കോടെ ചേർത്താൽ കൃത്യമായി. ആ പുള്ളിയെ സ്പെസിഫിക് ആയിട്ട് പറയുന്നൊരു കാരണം ആൻറ്റി പറഞ്ഞത് കറക്റ്റാണ്. പക്ഷെ ഒരു വാക്കോടെ ചേർത്താലേ അതിന് ഒരു സ്പെസിഫിക്. അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പ് ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നുള്ളത് കൊണ്ടാണ് എടുത്തുകൊണ്ടതിനാൽ. അവൻ ദൈവത്തിൽ നിന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പ് ദൈവത്തിൽ നിന്ന് സാക്ഷ്യം ലഭിച്ചു. That's the word. മരണം കാണാതെ. That's the word. Okay, so D5 and for them 3. That's the word. മരണം കാണാം. അതാണ് എബ്രായ ലേഖനകർത്താവ് പറയാൻ ശ്രമിച്ച കാര്യം. അടുത്ത ആരോടാണ്? അടുത്തത് ഹാബേലിൻ്റെ വിശ്വാസ നിറവിന് കിട്ടിയ പ്രതിഫലം. ഹാബേലിന്റെ രക്തം അവൻ കായനേക്കാളും വിലയേറിയ ബലി അർപ്പിച്ചതിനാൽ അവന്റെ രക്തം, ഹാബേലിന്റെ രക്തം ഇപ്പോഴും ഗുണകരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഹാബേലിന് കിട്ടിയ സാക്ഷ്യം എന്താണ്? അവൻ കായന്റേതിനേക്കാൾ നല്ലതായ ബലി അർപ്പിച്ചു. മരിച്ച ശേഷവും. അത് പറഞ്ഞില്ലേ, അതാണ് മരിച്ച ശേഷം. ഓക്കെ, ടീം C10. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടു ടീം B.
നമുക്ക് അറിയാവുന്നതുപോലെ ഈ ഹിബ്രൂസ് എബ്രായ ലേഖനകർത്താവ് ഈ ഹിബ്രൂസ് എന്നുള്ള വാക്കിന് തന്നെ ഒരു രസകരമായിട്ടുള്ള ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഹിബ്രൂസ് എന്ന് പറയും എബ്രായം. അപ്പോൾ അതുകൊണ്ട് പണ്ടൊരു സംവാദം ഉണ്ടായി. അടുക്കളയിൽ പെരുമാറേണ്ടത് ആരാണെന്നാണ് വേദപുസ്തകത്തിൻ്റെ അഭിപ്രായം. ആൻഡ് ഫൈനലി ഡിസൈഡ് ഹീബ്രൂസ്, അവൻ കാപ്പിയിടുന്നവനാണ്, അതുകൊണ്ട് ആണാണെന്ന് ഒരു സംഖ്യവരുണ്ടായി. ഇറ്റ്സ് കോമഡി. അപ്പോൾ ഹിബ്രൂസ്, അപ്പോൾ ഈ ഹിബ്രൂസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പൗരോഹിത്യത്തെ ബന്ധിപ്പിക്കാമെന്നും പൗരോഹിത്യത്തെ ബന്ധിപ്പിക്കുക. അപ്പോൾ അങ്ങനെ പൗരോഹിത്യത്തെ ബന്ധിപ്പിച്ച് യേശുക്രിസ്തുവായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം ഏത് ക്രമപ്രകാരമായിരുന്നു എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം കൃത്യമായ ഉത്തരമാണ്. ആൻഡ് ഫൈനലി ടു ടീം എ, എനിക്ക് തോന്നുന്നു ഈ എബ്രായ ലേഖനത്തിൽ ഇത്രയും വലിയൊരു ഉപദേശം ലോകത്തിന് വേറെ തന്നിട്ടില്ല. അത്ര മനോഹരമായ ഒരു ഉപദേശമാണ്. ഇക്കാലത്തും ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടതെന്ന് എല്ലാവർക്കും നഷ്ടപ്പെട്ടു പോകുന്ന ഒന്ന്, ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ ഒരു പുണ്യം പരിശീലിക്കണം. കൃത്യമായ ഉത്തരം പൂർണ്ണ സഹിഷ്ണുത. 10:36. നമ്മുടെ 4 റൗണ്ടുകളിലൂടെ അവസാനിക്കുകയാണ്. ആൻഡ് സ്കോർ ബോർഡ്. Team A leading 42.5. First round. B is second with 42. C is third with 38. D and E equal, neck to neck 30. F is on 25 and G is on 28. We are there at Revelation. വെളിപാടിൻ്റെ മുമ്പിലെത്തി. വെളിപാട്. സ്റ്റാർട്ടിംഗ് ഫ്രം എയിൽ തുടങ്ങാണ്. ഓക്കെ, വളരെ എളുപ്പമുള്ള ചോദ്യം. കുഞ്ഞാടിൻ്റെ കാന്ത, എനിക്ക് തോന്നുന്നത് ഏറ്റവും മനോഹരമായൊരു പ്രയോഗമാണ്. നമ്മൾ ഒരു വിവാഹം അല്ലേ, മധ്യാകാശമണി പന്തലിൽ കുഞ്ഞാടിൻ്റെ കാന്തയുടെ ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം എന്താണ്? കുഞ്ഞാടിൻ്റെ കാന്തയുടെ, സഭ എന്നാണ് സൂചന, ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം എന്താണ്? അവൾ തന്നെത്താൻ ഒരുങ്ങിയിരിക്കുന്നു. അവളുടെ വസ്ത്രമോ ഇത് എനിക്കതങ്ങനെ നീതിപ്രവൃത്തികൾ വസ്ത്രം അങ്ങനെയാണോ എന്നറിയത്തില്ല. കുഞ്ഞാടിൻ്റെ കാന്ത ഒരുങ്ങിയിരിക്കുന്നു. അവളുടെ അച്ഛ കാന്ത നീതിപ്രവൃത്തി. അതാണ് ചോദ്യം, അതെന്താണെന്നുള്ളത്. ഓക്കെ, വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ. അതായിരുന്നു കൃത്യമായ ഉത്തരം. അത് അവിടെ ഇവിടെയൊക്കെ പറഞ്ഞിരുന്നു. നീതി പ്രവൃത്തികൾ എന്ന് പറഞ്ഞു. ഓക്കെ, I'm giving them C5. Next will be. അടുത്ത ചോദ്യം നമുക്ക് വളരെ പാഷനായിട്ടുള്ള ഒരു സംഗതിയാണ് ഈ ജീവവൃക്ഷം. പാഷനായിട്ട് നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ഒന്നാണ് അല്ലേ നിത്യതയിൽ. ജീവവൃക്ഷത്തിൻ്റെ 2 പ്രത്യേകതകളാണ് വെളിപാട് ലേഖനകർത്താവ് പറയുന്നത്. എന്തൊക്കെ? ജയിക്കുന്നതിന് ജീവവൃക്ഷം കൊടുത്തു കഴിയുമ്പോൾ എന്ത്, അതിൽ എന്തൊക്കെയാണ് പറയല്ലേ? പിന്നെ വിറ്റമിൻ ഡി ഉണ്ട്, വിറ്റമിൻ സി ഉണ്ട്. രണ്ട് കാര്യം. ഫലം കൊടുക്കുന്നു. എന്ത് ഗുണമുണ്ടെന്ന് നമ്മൾ ഈ കട്ടാർവാഴ തലക്ക് എന്ന് പറഞ്ഞാൽ എന്ത് ഗുണമുള്ളതെന്ന് ഇതിന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ചോദ്യം ടൈം ഔട്ട്. അങ്ങോട്ടാണ് നല്ലത്. ഇങ്ങോട്ട്
ജീവവൃക്ഷം 12 തരം ഫലം കായ്ച്ച് അതത് മാസം അതതിന്റെ ഫലം കൊടുക്കും. എക്സലന്റ്. ദെൻ ജീവവൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക്. കൃത്യമായി അതാണ് രണ്ടാമത് 22-ാം അധ്യായം 2-ാം വാക്യം. ഓക്കെ, ദെൻ ടു ടീം സി. ടീം സി 5 പോയിന്റാണേ. വായിൽ തേൻ പോലെ മധുരമായിരുന്നു, തിന്നു കഴിഞ്ഞപ്പോൾ വയറു നിറച്ച് കഴിച്ചുപോയി. എന്താണ്? ദൂതന്റെ കയ്യിൽ നിന്നും വാങ്ങി കഴിച്ച ചെറു പുസ്തകം. കൃത്യമായ ഉത്തരം. ഭൂമിയിൽ നിൽക്കുന്ന ദൂതന്റെ കയ്യിൽ നിന്ന്. ടീം ഡി ഡയറക്ട് ക്വസ്റ്റ്യൻ. നമുക്ക് വേദപുസ്തകത്തിൽ പല ഭാഗങ്ങളിലും പേരുകൾ പരാമർശിക്കുന്നുണ്ടെങ്കിൽ ഈ വെളിപാട് പുസ്തകത്തിലെ പേരുകളുടെ പരാമർശനം വളരെ സ്പെസിഫിക് ആയിട്ടുള്ളതാണ്. ചോദ്യം, ഈ വെളിപാട് പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന അന്തിപ്പാസ് ആരായിരുന്നു? അന്തിപ്പാസ് അതാണ് ചോദ്യം. ആരായിരുന്നു? Time out. Okay, to Timmy. ഏഴെണ്ണേ ഉള്ളൂ. യെസ്. ഓക്കെ, ഞാൻ ടീം ഡി അല്ല അതവർ പറഞ്ഞു. ടീം ഡി 5 പോയിൻറ്റ്സ്. പെർഗമോ സഭയാണ്. ആൻഡ് ജി 2.5. കാരണം വിശ്വസ്തനായ സാക്ഷിയും വിശ്വസ്തനായത്. നെക്സ്റ്റ് ടീം ഇ അല്ലേ. അടുത്ത ചോദ്യം, വെട്ടുക്കിളിയുടെ രാജാവിന് എബ്രായ പേര് എന്താണ്? കൃത്യമായ ഉത്തരം. അതല്ലെങ്കിൽ അപ്പല്ലോ. കൃത്യമായ ഉത്തരം. ടീം ഇ 10 പോയിൻറ്റ്സ്. ആൻഡ് ടു ടീം എഫ്. നമ്മൾ വഴിയിലൊക്കെ പോകുമ്പോൾ എപ്പോഴും കാണുന്നൊരു പേരാണ് ഫിലദൽഫിയ അല്ലേ. ഫിലദൽഫിയയിലെ സഭയെക്കുറിച്ച് പറയും. ഈ ഫിലദൽഫിയ എന്നുള്ള വാക്കിനർത്ഥം കൃത്യമായ ഉത്തരം. സഹോദര സ്നേഹം. ഫിലയോ ലവ് ആൻഡ് ഡെൽഫോസ് ബ്രദർ. ഫിലദൽഫിയ. ഓക്കെ, ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല സ്ഥലങ്ങളിലും ഈ പേരുകൾ പരാമർശിച്ച വെളിപാട് പുസ്തകത്തിൽ പേര് പരാമർശിക്കപ്പെട്ടതിന് ചില സ്പെസിഫിക് കാരണങ്ങളുണ്ട്. ചോദ്യം, വെളിപാട് പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന ഇസബേൽ ആരായിരുന്നു? കിട്ടിയില്ല. വെളിപാട് പുസ്തകത്തിൽ പരാമർശിക്കുമ്പോൾ അതിന് പ്രത്യേകതയുണ്ട്. പ്രവാചകി ദുർനടപ്പ് ആചരിക്കുകയും പിന്നെ വേശ്യാവൃത്തി കൊണ്ട് കാലം കഴിച്ചു കൂട്ടുകയും ഇസബേൽ എന്ന പ്രവാചകി ത്വയ്തേര സഭയിലെ പ്രവാചക. 5 പോയിന്റ്. അങ്ങനെ 5 റൗണ്ടുകൾ അവസാനിച്ചിരിക്കുകയാണ്. അത് വരും, തിരിച്ചു വരും. നമ്മൾ 6ാമത്തെ റൗണ്ടിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ ഡിഡാക്കെ. ഞാൻ ഈ പുസ്തകത്തെക്കുറിച്ച് പറയാൻ കാരണം ഈ പുസ്തകത്തിന് ചില പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ സൺഡേ സ്കൂൾ കരിക്കുലം കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നപ്പോൾ ഈ പുസ്തകത്തെക്കുറിച്ചുള്ള പാഠം സൺഡേ സ്കൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അധ്യാപകരെല്ലാവരും തന്നെ പുസ്തകം കണ്ടിട്ടുണ്ട്. ഞാനത് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ എന്നെ പള്ളിയിൽ നാളെ തവണ തുടങ്ങാൻ അടിച്ച പരിപാടികൾ, അതുകൊണ്ട് എനിക്ക് പുസ്തകം കൊണ്ടുവരാൻ പറ്റിയില്ല. എനിവേ, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ നിങ്ങൾ ഇൻ്റർനെറ്റിൽ അല്ലെങ്കിൽ കിട്ടുമെങ്കിൽ വായിക്കണം. 1 ഹെർമാസിൻ്റെ ഇട എന്നുള്ള പുസ്തകവും 2 ഈ ഡിഡാക്കെ എന്നുള്ള പുസ്തകം. എങ്ങനെയാണ് ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾസ് ലോകത്ത്
ഇത്രയും കൃത്യമായി ഡെവലപ്പ് ചെയ്യുന്നതിന് സഹായിച്ച 2 പുസ്തകങ്ങൾ. ഓക്കെ, ഡിഡാക്കയിൽ നിന്നുള്ള ചോദ്യം ടു ടീം ജി. ഈ ഡിഡാക്കെ എന്നുകൊണ്ട് ദിദക്കി എന്നും പറയുന്നുണ്ട്. ഡിഡാക്കെ ടോൺ അപ്പോസ്റ്റോളോൻ എന്നാണ് ആ പുസ്തകത്തിന്റെ മുഴുവൻ പേര്. എന്താണ് ആ വാക്കിനർത്ഥം? പ്രബോധനം. മൊത്തം ചോദിച്ചു. ഡിഡാക്കെ ടോൺ അപ്പോസ്റ്റോളൻ. ഡിഡാക്കെ ടോൺ അപ്പോസ്റ്റോളൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കൃത്യമായ ഉത്തരം ടീം ജി, അപ്പോസ്തലന്മാരുടെ പ്രബോധനം. അടുത്തത് ടു ടീം എഫ്. ഡിഡാക്കെ അല്ലെങ്കിൽ ഡിഡാക്കെ എഴുതപ്പെട്ട കാലഘട്ടം. അതുവരെ ശരിയാണ്, പക്ഷെ മാർക്കരെ പറ്റില്ല. എഴുതിയെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറയണം. അതിന് കൃത്യമായിട്ടൊരു ഡെഫിനിഷൻ ഉണ്ടായിരുന്നു. ആ പീരീഡിന് ഒരു പ്രത്യേക പേര് പറയും. Time out to team E. Team D. ഒന്നാം നൂറ്റാണ്ടിലെ അവസാനം 2ാം നൂറ്റാണ്ടിലെ ആരംഭം. യെസ്, അതാണ് കൃത്യമായ ഉത്തരം. അതിനെ നമ്മൾ പോസ്റ്റ് അപ്പോസ്റ്റലിക് പീരീഡ് എന്നാ പറയുക. പോസ്റ്റ് അപ്പോസ്റ്റലിക് പീരീഡ് 70-110 അതിനിടയ്ക്കാൻ. പക്ഷേ ചരിത്രപരമായ ഒരു തെളിവ് 150 എഴുതപ്പെട്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഏതായാലും ഇതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന അറിവ്. സോ ടീം ഡി 5 points. അടുത്ത ആർക്കാ? ടീം ബി അല്ലേ? തേർഡ് ക്വസ്റ്റ്യൻ. ഈ ഡിഡാക്കെ നമ്മുടെ ലിറ്റർജി ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ഈ ഡിഡാക്കയിലെ തുടക്കം, ആദ്യ പ്രതിപാദ്യ വിഷയം എന്താണ്? വെരി ഫസ്റ്റ് വേർഡ്, ആരംഭം. ചൂടുണ്ട്, സ്പെസിഫിക് ആണ്. 12 അപ്പോസ്തലന്മാർ വഴി പുറജാതികൾക്കുള്ള കർത്താവിന്റെ ജീവന്റെ വഴിയെ പറ്റിയാണ് ആദ്യ പ്രതിപാദ്യം. അതായത് സർവശക്തനായ ദൈവം നിങ്ങൾ പൂർണ്ണ ദൈവത്തോടെ സ്നേഹിക്കണം എന്നുള്ളതാണ് ആദ്യ ഭാഗത്തും. ഇരുവഴികളാണ് അതിൽ. നമ്മുടെ ഒരു പാട്ടുണ്ടല്ലോ, ജീവവഴി മൃതിബന്ധാവെന്ന് ഇരുവഴികൾ സഹദേർ കണ്ടു ഫ്രം ഈ പുസ്തകത്തിൽ. ഓക്കെ, ടീം സി 5 കൃത്യമാണ്. ജീവന്റെയും മരണത്തിന്റെയും വഴി മനുഷ്യന്റെ മുമ്പിലുണ്ടെന്ന് പറഞ്ഞാണ് ആ പുസ്തകത്തിന്റെ പ്രഭാതനാണ്. ആരോട് ചോദിച്ചേ? ടീം ഡിയിലോട് ചോദിച്ചേ. നിങ്ങൾ നീ വരുന്നത്. ഓക്കെ, 4ാമത്തെ ഡിഡാക്കി ഓർ ഡിഡാക്കെ കണ്ടെടുത്ത പിതാവ്. ഞാൻ അതിന് മാർക്ക് കൊടുക്കുകയാണ്. ഇറ്റ്സ് ഫിലാത്തിയോസ് ബ്രേത്തിയോസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നിക്കോമീനിയയിലെ ബിഷപ്പാണ്. സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ ഈ ഹിസ്റ്റോറിക്കൽ എല്ലാം കണ്ടെത്തിയത്? ഓക്കെ, ദാറ്റ്സ് വെരി ഗുഡ്. അടുത്തത് ടു സി. ഓക്കെ, ഡിഡാക്കിയെ സഭയുടെ കൽപ്പനകൾ എന്ന രചനാശാഖയുടെ ആദ്യ മാതൃകയായി വിവക്ഷിക്കപ്പെടുന്നത് എന്തുകൊണ്ട്? അത് 12 അപ്പോസ്തലന്മാരുടെ പ്രബോധന രേഖയായതുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടുന്നത്. ക്രിസ്തുവിൽ നിന്നും അവർ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ സഭയെ അറിയിക്കുന്നത്, പുറജാതികളെയും അറിയിക്കുന്നതായതുകൊണ്ട്. ഡിഡാക്കെ സഭയുടെ കൽപ്പനകൾ എന്ന രചനാശാഖയുടെ ആദ്യ മാതൃകയായി വിവക്ഷിക്കപ്പെടുന്നുണ്ട്. കർത്താവിന്റെ തിരുവത്താഴ് ശുശ്രൂഷയും അതേപോലെ തന്നെ മുതലായ എല്ലാ കാര്യങ്ങളും ഗലാത്യർ 6:16 ഫിലിപ്പിയർ 3:16 അടങ്ങിയിരിക്കുന്ന ഇതാക്കെ. പിന്നെ അതല്ല, സഭയുടെ കൽപ്പനകൾ എന്ന രചനാശാഖയുടെ ആദ്യ മാതൃകയായി വീക്ഷിക്കപ്പെടുന്നതുകൊണ്ട് അറിയില്ല. ടി വി നമ്മളത് തുടങ്ങിയത് അല്ല. ഡി സഭാഘടനയെ കുറിച്ച്
മാമോദീസ കാര്യം പറഞ്ഞു. Okay, I'm giving them 5 points to see. നമുക്കറിയാം സഭയെന്ന് പറയുമ്പോൾ 3 കാര്യങ്ങളാണ്: വിശ്വാസം, പട്ടത്വം, ഡിസിപ്ലിൻ. 3 കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങളിൽ ആദ്യത്തെ രൂപമാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന സദാചാരം, കൂദാശകൾ, സഭാഘടന. വിശ്വാസം, പട്ടത്വം, ഡിസിപ്ലിൻ അതിൻ്റെ ഭാഗമായിട്ട്. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ പ്രാപിക്കുന്നത്. ഓക്കെ, ആരോട് ചോദിച്ചത്? സിയോടല്ലേ ചോദിച്ചത്. അടുത്ത ടീം ബി. ഈ കാലയളവിനെ കുറിച്ച് പഠിക്കപ്പെടുമ്പോൾ ഇവിടെ ചോദിച്ചിട്ടല്ല ബി. നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു വേദപുസ്തകത്തിൻ്റെ ഒരു രൂപീകരണ കാലം, ആ കാലത്തിൻ്റെ ഒരു പ്രശ്നങ്ങൾ. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് ലഭ്യമായതിൽ ഏറ്റവും പഴയ ലിഖിത വേദോപദേശം എന്ന് പരാമർശിക്കപ്പെടുന്ന ഏതാണ്? ലഭ്യമായതിൽ ഏറ്റവും പഴയ ലിഖിത വേദോപദേശം പുതിയ നിയമത്തിൽ. പുതിയ പഴയ നിയമം കഴിഞ്ഞിട്ട്, ഇന്ത്യ ടെസ്റ്റ്മെന്റ് കഴിഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു എൻ്റെ സൺഡേ സ്കൂൾ VP അധ്യാപികയാണ്. എൻ്റെ അധ്യാപകനോ? അത് കഴിഞ്ഞിട്ട് യേശുക്രിസ്തുവിന്റെ കാലശേഷം ലഭ്യമായതിൽ ഏറ്റവും പഴയത് റിട്ടേൺ ഫോമിലോ ഡെനക്കയാണ്. ഓക്കെ, ടീം എ 5 for ടീം ബി. അത് കഴിഞ്ഞ നേരെ ഷെപ്പേർഡ് ഓഫ് ഹെർമാസ്. ഓക്കെ, നമുക്കറിയാം ബൈബിള് ഇറ്റ്സ് എ ഡിഫറെന്റ് ടോൺ, അത് വേറെ ടോണിലാണ് ഉണ്ടായത്. ഓക്കെ, ടീം എ റിഡാക്കെ 4 ഖണ്ഡങ്ങളായിട്ട് ആണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ഭാഗം 2 വഴിയുണ്ടെന്നുള്ള ആ കാര്യങ്ങളാണ്. രണ്ടാമത്തെ ഭാഗം വിശുദ്ധ കുർബാന തുടങ്ങിയുള്ള മാമോദിസ തുടങ്ങിയ കാര്യങ്ങൾ. 4ാമത്തെ ഭാഗം അത് റെവലേഷൻ, എങ്ങനെയാണ് 2ാം വരവിന്റെ സൂചന. ചോദ്യം 3ാമത്തെ ഖണ്ഡം ഇതിനെ കുറിച്ചാണ്. അതിൻ്റെ ഒരു പ്രത്യേക ടൈറ്റിൽ ഇതിനകത്തുണ്ട്. അത് 2, അതിനകത്ത് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. 3rd പാർട്ട് ഈസ് ഡെഡിക്കേറ്റഡ് ഫോർ എ ഡിഫറെന്റ് തിങ്. അതെന്താണ്? അതെ, അതിനകത്ത് പ്രത്യേകത ഉണ്ട്. ടീം സമയമായില്ല, 5 ടൈം ഔട്ട്. യെസ്, ടീം ജി എഫ് ഇതൊക്കെ 4 ഖണ്ഡങ്ങളായിട്ടാണ് ബാക്കി. ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ ഭാഗം ജീവന്റെ വഴി കാര്യങ്ങളെല്ലാം, രണ്ടാമത്തേതിനകത്ത് ആരാധന, മറ്റു കാര്യങ്ങളെല്ലാം, 4ാമത്തേതിനകത്ത് റെവലേഷൻ തുടങ്ങിയ കാര്യങ്ങൾ, എങ്ങനെയാണ് 2ാം വരവ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് കാലാവസ്ഥ. 3ാമത്തെ ഖണ്ഡത്തിന്റെ പ്രത്യേകത. ഓക്കെ, കൃത്യമായിട്ട് സുവിശേഷ പ്രഘോഷ ഉത്തരവാദിത്വം, വ്യാജ പ്രഘോഷകരെ എങ്ങനെ കിട്ടും. അങ്ങനെ നമ്മുടെ റൗണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. ആൻഡ് ആഫ്റ്റർ 6 rounds സ്കോർ
Team A 47.5, Team B 42, Team C 73 and leading. Team D 55, Team E 10, Team F 35, G 40.5. So Team C leading with 73, D with 55. വളരെ കഷ്ടപ്പെട്ടാണ് ഇട്ടത്. കാരണം ഇവിടെ ഒരു കൊതി പോലും ജനങ്ങൾക്ക് പോകുന്നില്ല. എല്ലാം നമ്മളെ അങ്ങനെ നമ്മൾ 6 റൗണ്ടുകൾ പൂർത്തീകരിച്ചപ്പോൾ ടീം എ 47.5, ടീം ബി 42, ടീം സി 73, right? Team 4 D is 55, Team E 40, and Team F 35, and Team G with 40.5. Well and good. So, 7. ഏഴാമത്തെ റൗണ്ട്. ഞാൻ കാനോൺ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്, കാനോൺ എന്നുള്ള വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, അളവുകോൽ എന്നാണ്. എങ്ങനെയാണ് നിങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഓട്സ് ഓഫ് സോളമൻ എന്ന് പറഞ്ഞ് മനോഹരമായൊരു എഴുത്തുണ്ട്, പഴയ നിയമകാലത്തെ എഴുത്താണ് ഓട്സ് ഓഫ് സോളമൻ. വായിക്കാൻ ഭയങ്കര രസമാണ്. നമ്മുടെ സങ്കീർത്തനങ്ങളെ ഉള്ള സങ്കീർത്തനേക്കാൾ ഭംഗിയാണ്. പിന്നെ ഓക്സ്ഫോർഡ് ബൈബിള് റെഫർ ചെയ്യാൻ 151 സങ്കീർത്തനമുണ്ട്. 4 സങ്കീർത്തനങ്ങളുണ്ട്. 151 സങ്കീർത്തനം അതിമനോഹരമാണ്. 151 ഓക്സ്ഫോർഡ് ബൈബിൾ. ദാവീദ് തന്നെ വിശദീകരിക്കുന്ന സങ്കീർത്തനമാണ്. ചില പാരാമീറ്ററുകൾ കൊണ്ടാണ് ചില സങ്കീർത്തനങ്ങൾ ഔട്ടായി പോയത്. ഇപ്പോൾ തന്നെ ജീസസ് സെമിനാർ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അവർ ബൈബിളിനകത്ത് ഇനി ഒരു റെഫർമേഷൻ ഇത് വേണമെന്നുള്ളൊരു അഭിപ്രായത്തിൽ ഇനി പ്രവർത്തിച്ച് വരുന്നുണ്ട്. ഓരോ കാലത്തിൻ്റെ വ്യത്യാസം എന്തുവാട്ടെ. So we are studying the 7th round and it's canon, Bible formation. Very first question, ഒന്നാമത്തെ ചോദ്യം. പഴയ പുതിയ നിയമങ്ങളുണ്ട്, ഇടയ്ക്ക് ഇന്റർ ടെസ്റ്റ്മെന്റിലുണ്ട്. നമുക്കിപ്പോൾ ഈ ബൈബിൾ സൊസൈറ്റിയുടെ പുസ്തകമായതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തേക്ക് ശ്രദ്ധ വയ്ക്കുന്നില്ല. പഴയ നിയമ പുസ്തകങ്ങൾ 39 എണ്ണം മതി എന്ന് നിജപ്പെടുത്തിയ കൗൺസിൽ. കൃത്യമായ ഉത്തരം ജാമ്യ കൗൺസിൽ. വർഷം പറഞ്ഞു. വർഷം AD 90. കൃത്യമായ ഉത്തരം AD 70. യെരൂശലേം നശിപ്പിക്കയുടെ ശേഷം അവിടുത്തെ റബിമാര് കൂടി ഇതിനൊരു തകർച്ച ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ക്രമീകരിച്ചാണ് AD 90 ജാമ്യ കൗൺസിൽ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പോക്രിഫ എന്നാൽ എന്ത്? അർത്ഥം ബൈബിൾ കാനോനുമായിട്ട് ബന്ധപ്പെട്ട അപ്പോക്രിഫ എന്താണെന്ന് പറഞ്ഞാൽ അർത്ഥം കഷ്ടം. വാക്യം തരാം എന്താണെന്ന്. ഓക്കെ, ആ വാക്കുണ്ടാകാൻ കാരണം എന്താണെന്ന് വെച്ചു. എന്തുകൊണ്ടാണ് മറഞ്ഞിരിക്കപ്പെട്ടത്, ഒളിക്കപ്പെട്ടതെന്ന് പറയാൻ കാരണം. ഓക്കെ, ഞാൻ 10 പോയിന്റ് കൊടുക്കുകയാണ്. കൃത്യോത്തരാണ്. ഒളിക്കപ്പെട്ട, മറയപ്പെട്ട എന്നർത്ഥം. അതായത് സെപ്റ്റുജന്റ്, അത് നമ്മൾ കേട്ടിട്ടുണ്ട്. സെപ്റ്റുജന്റ് അത് ഗ്രീക്ക് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടപ്പോഴാണ് ഈ 7 പുസ്തകങ്ങൾ എഴുതിയത്. അത് പഴയ ഹീബ്രു ഇല്ലാത്തത് കൊണ്ടാണ് ഇത് മറയപ്പെട്ട പുസ്തകങ്ങൾ എന്ന് പറയാം. ഓക്കെ, ടു ടീം സി. നമുക്കറിയാം വൾഗേറ്റ് എന്ന് പറയുന്നത് ലത്തീൻ ഭാഷയിലെ ബൈബിൾ. അത് പരിഭാഷപ്പെടുത്തിയത് ആരാണെന്ന് വെച്ചാൽ മൈക്കൽ.
മിസ്റ്റർ ജെറോം. കൃത്യമായ ഉത്തരമാണ്. 25 വർഷങ്ങളെടുത്താണ് അദ്ദേഹം അത് ചെയ്തത്. ഓക്കെ, 20. അടുത്ത ചോദ്യം. പലതരത്തിലുള്ള ബൈബിളുകളുണ്ട്. അതിൽ വളരെ സുപ്രസിദ്ധമായെന്നാണ് നമ്മുടെ ജെറുസലേം ബൈബിൾ എന്ന് പറഞ്ഞ സ്റ്റഡി ബൈബിളാണ്. വായിക്കാൻ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇംഗ്ലീഷിലുള്ള മലയാളത്തിലുള്ള തോന്നുന്നില്ല. ഇറ്റ്സ് വെരി ഗുഡ് ബൈബിൾ. എൻ്റെ ചോദ്യം അതല്ല, മസോറ ബൈബിൾ എന്നാണ്. ബൈബിൾ ഹിസ്റ്ററിയിലെ ഒരു പ്രധാനപ്പെട്ട ഏടാണ് മസോറ ബൈബിൾ എന്നാണ്. എബ്രായ ഭാഷ ക്ഷയിച്ചു വന്നപ്പം മസോറികൾ എന്ന് പറയുന്ന ഒരു കൃത്യമായി തന്നെ നല്ലൊരു കൈയ്യടി നമുക്ക് ആ ഉത്തരത്തിൽ 10-ാം നൂറ്റാണ്ടിൽ അവരെഴുതിയതാണ് മസോറ. ഓക്കെ, അടുത്ത ചോദ്യം. ടിമി, ബൈബിൾ അധ്യായങ്ങളായിട്ട് തിരിച്ചത് ആര്? ഇങ്ങനെയായിരുന്നു തിരിച്ച സ്ക്രിപ്റ്റ് ആയിട്ടായിരുന്നു. സമയമുണ്ട്. കൃത്യമായിട്ടാണ് കാർഡിനൽ ഹ്യൂഗോ. ടീം ഇ 10 points. കുമ്രാൻ ചുരുളുകൾ എന്താണ്? രണ്ടൊന്നാണ്. അതെന്താണ്? ഇതുവരെ എല്ലാം ശരിയാണ്. ഇത് ആര് വെച്ചു എന്നുള്ളതാണ് അതും കൃത്യമായ ഉത്തരം. എസ്സേനിയർ ഒന്നാം നൂറ്റാണ്ടിൽ giving them the points. So 10 points to Team F. And Team G, കുമ്രാൻ ചുരുളുകൾ കണ്ടെത്തിയ വർഷം? Pass to Team A. 1947. ആരാന്നറിയാമോ? ആരാന്നറിയാമോ? ഒരു മുസ്ലിം യുവാവാണ്, അത് ശരിയാണ്. ബെഡൻ, അത് കഴിഞ്ഞുള്ള ചരിത്രം. യേശു സാമുവേൽ അത്താനാസ്യൂസ് തിരുമേനിയാണ് അതിനെ എഴുതാൻ. അങ്ങനെ നമ്മുടെ ടീം A5 അങ്ങനെ നമ്മുടെ 7ാമത്തെ റൗണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. കാനോന്റെ ഏറ്റവും ലോ പ്രൊഫൈൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത്. അതിന് ഒരുപാട് യാഡ് സിക്സ് ഉണ്ട്. നമ്മുടെ ഒരു പൊതുവായ പഠനത്തിന് വേണ്ടി ആയതുകൊണ്ടാണ് ആ ഭാഗങ്ങൾ ചെയ്തത്. ആൻഡ് നമ്മൾ 8ാമത്തെ റൗണ്ട് നമ്മുടെ പാട്ടുകളാണ്. നമ്മൾ സാധാരണ പാടുന്ന പാട്ട്, ക്രിസ്തീയ പാട്ട്, നമ്മുടെ സുവിശേഷ ഗാനം, അതിന്റെ ഹിസ്റ്ററിക്കൽ ഭാഗം. നമ്മളെല്ലാം ആരാധനാഗീതങ്ങളാണെങ്കിലും പാട്ടുകളാണെങ്കിലും ഒക്കെ ബൈബിൾ ഭാഗത്ത് നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് പാട്ടുകൾ കേൾക്കുമ്പോൾ അത് ഏത് വേദപുസ്തക ഭാഗമാണ്, ഏത് അധ്യായമാണെന്നാണ് പറയേണ്ട ഉത്തരം കേട്ടോ. അതിനാണ് പോയിന്റ് കിട്ടുന്നത്. അപ്പൊ ടീം ജി ഫസ്റ്റ്. ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയരുളും വൻകീരിയിൽ, എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. കൃത്യമായ ഉത്തരം 121 സങ്കീർത്തനം. വാക്യങ്ങൾ I'm giving the point G1 and 2. 1 and 2 ആണ്. 1 1 2 ആണ്. 10 points. Team F. നമുക്ക് ഈ നാളുകൾ വളരെ പ്രസിദ്ധമാണ് ഈ പാട്ട് അല്ലേ? മനോഹരം യഹോവേ നിന്റെ ആലയം, എന്തൊരാനന്ദം തവ പ്രകാരങ്ങളിൽ, ദൈവമേ ഉള്ള നിറയുന്നു ഹല്ലേലൂയ പാടും ഞാൻ. യെസ്, താങ്ക് യു.
ടൈം ഔട്ട്. മനോഹരം യഹോവയുടെ എസ് വാക്യങ്ങൾ പറയാം. ഞാൻ കേട്ടില്ല. 80 വരെ പറഞ്ഞ 4 പറഞ്ഞില്ല. എസ് സങ്കീർത്തനം 84:1-2. 80 പറഞ്ഞ 4 പറഞ്ഞില്ല. ഓക്കെ, ടീം ഇ അടുത്ത ചോദ്യം. അപ്പൊ ടീം ഇക്ക് 5 പോയില്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മണ്ണീർത്തോടിനായി ദാഹിച്ചു കാംക്ഷിക്കും പോലവേ എന്നാത്മാവിൻ ദാഹവും നിനക്കായൻ ദൈവമേ. കൃത്യമായ ഉത്തരം 42 സങ്കീർത്തനം 1-2. ടീം ഇ 10 പോയിന്റ്സ്. ടീം ഡി. ആഴിയിൽ നാം കടന്നു പോയിടിലും അത് നമ്മെ കവിഞ്ഞിടാതെ കാത്തിടുമേ. തീയിൽ നാം ആകിലും ജ്വാല നമ്മെ തെല്ലും യേശാദിമ്മാനുവേലവൻ തൻ നടത്തിടുമേ. Out. ആഴിയിൽ നാം കടന്നു പോയിടിലും അത് നമ്മെ കവിഞ്ഞിടാതെ കാത്തിരുന്നു. തീയിൽ നാം ആകിലും ജ്വാല നമ്മെ ദേശാദിന്മാനുവരവൻ. ഓക്കെ, ടീം ബി. 134. ആദ്യം യശയാന്ന് പറഞ്ഞു, പക്ഷെ അവർ വീണ്ടും സംഗീതം യശയാന്നുള്ളത് പറഞ്ഞു. ഓഡിയൻസ് ഞാൻ പറഞ്ഞേയില്ല, ഒരു വാക്ക് പോലും ഞാൻ പറഞ്ഞില്ല. യശയില് കുറച്ച് നിർണയം. ഓക്കെ, ഓഡിയൻസ്. ഇത് എനിക്ക് തോന്നുന്നു ഏത് പ്രസംഗത്തിനകത്തുള്ള ഒരു വാക്ക് അല്ലേ? ഏഷ്യ 43 1-2. അതിനകത്ത് കുറച്ച് ചെയ്തിരുന്നെങ്കിൽ ഞാൻ മറക്കുന്നത്. ഇല്ല, മാറായുണ്ടി മരുവതിൽ സാരമില്ല, മാറായിൻ നാഥനമേശു. മാറാത്ത വാക്കു തന്നാൽ മാറുമോ ആയവൻ, മാറാ മധുരമാക്കിടും. അതുറപ്പിച്ചു. പുറപ്പാടില് തെറ്റാണ്, ശരിയല്ല.
കുറച്ചുകൂടെ ശരി. ആ മൈക്ക്. ഓഡിയൻസ് നമ്മളല്ലേ തുടങ്ങിയ ഓഡിയൻസ് ഇറ്റ്സ് നേരത്തെ പറഞ്ഞതിന്റെ പൂർണ്ണമായി തന്നെ പുറപ്പാട് 15 മിരിയാമിന്റെ പാട്ട്. അതിനുശേഷം നേരെ കടന്നു കഴിയുമ്പോൾ നമ്മുടെ വെള്ളമില്ലാത്ത അവസ്ഥ. അപ്പോഴാണ് ഈ പ്രശ്നം. ഓക്കെ, സോ ടീം ഫൈവ് ഇടയ്ക്ക് വിശ്വാസത്തിലൊക്കെ 2 പോയിന്റ് കിട്ടും. ഇടയ്ക്ക് എൻ്റെ വിലയില്ലാതെ ടീം ബി യാചിപ്പീനെന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കും, സ്വർഗത്തിൻ കലവറ പ്രാപിക്കാം എത്രയോ നന്മകൾ. സെക്കൻഡ് വരെ ഞാനൊന്നും മിണ്ടിയില്ല. അവസാനം എന്ത് പറഞ്ഞ് നിർത്തുന്നു അതിലെടുക്കൂ. ശരിയാണ്, വാക്യം പറയാതെ അത് ഫിക്സ്ഡ് ആണോ? ഫിക്സ്ഡ് ആണ്. ആ ഓക്കെ, സുവിശേഷം ഫിക്സ്ഡ് ആണ്. പിന്നെ ഓക്കെ, സുവിശേഷം 11 അധ്യായം കൃത്യമാക്കുക വേണം. ലൂക്കോസിന്റെ സൂചന ഉണ്ട്. 11 അധ്യായം വാക്യം കേൾക്കണം. അതിനകത്ത് യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടിലും തുറക്കപ്പെടുമെന്നും മകൻ അപ്പനും ആ ഭാഗം. ഓക്കെ, കൃത്യമായ ഉത്തരം മത്തായി 7:7. അതിനൊക്കെ ഉണ്ട് പക്ഷെ കൃത്യമായിട്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ അവർക്ക് 5 പോയിന്റ് കൊടുക്കണം. അവർ മത്തായിൽ കൃത്യമായിട്ട് തന്ന ബി ആൻഡ് ടീം D5. ഓക്കെ, അകത്തുണ്ട് പക്ഷെ ഈ ഫ്രെയിമിലല്ല. ഓക്കെ, ലാസ്റ്റ് വൺ. അകൃത്യഭാരം ചുമക്കും ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ, വഷളായി നടക്കുന്നവർ ദൈവമാരെന്നറിയുന്നില്ല. എനിക്കൊന്നിനോട് വിരോധമില്ല. 30 സെക്കൻഡ് വരെ ഞാൻ ഒന്നും പറയില്ല. അതെല്ലാം ശരിയല്ലേ? 30 സെക്കൻഡ് ആവുമ്പോൾ ഞാൻ പറയാം. ഓക്കെ, അപ്പൊ ചെയ്യാവുന്നുള്ളതിൽ ഓക്കെ ആയി. ഓക്കെ, 5 പോയിന്റ് ടീമേ. വാക്യം പറയാമോ ചേച്ചി? 5-ാം അധ്യായം അല്ലേ? ഓക്കെ, ഓക്കെ, I'm giving them 2.5. 1-ാം അധ്യായം 4-ന്റെ പകുതി 5-ആണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ ആ റൗണ്ട് അവസാനിച്ചു. ദാറ്റ്സ് 8th റൗണ്ട്. അങ്ങനെ നമ്മുടെ സ്കോർ നൗ. ടീം സി ഇപ്പോഴും ലീഡ് ചെയ്യാണ് 88. A 67.5, B 57, C 88, D 70, E 65, F 45, G 53. C and D first and second. And we are at the 9th round. 9th റൗണ്ടിൽ നിങ്ങൾക്ക് ഒരു ചെറിയ അധ്വാനമുണ്ട്. ഈ സ്ക്രീനിലൊന്ന് നോക്കണം. നമ്മൾ 9 അടയാളങ്ങൾ 7 അടയാളങ്ങൾ ടീമാണുള്ളത്. ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു? അത് എൻ്റെ ഹിസ്റ്റോറിക്കൽ എന്തുകൊണ്ടാണ് അങ്ങനെ? 2 കാര്യങ്ങൾ പറയുന്നത്. ആരെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ എന്തിനെ സൂചിപ്പിക്കുന്നു, എന്തുകൊണ്ടാണ് 2 കാര്യങ്ങൾ പറഞ്ഞു. ഇറ്റ്സ് 9th റൗണ്ട്. സോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വിറ്റ്
എന്തേലും തോന്നുന്നുണ്ടോ? യെസ്, പറയണോ? 30 സെക്കൻഡ് പറയണം നമുക്ക്. മത്സ്യം. മത്സ്യം, ആ ബാക്കി പറയും. മത്സ്യം പഴയ കാലത്തെ ചിഹ്നം, പഴയ ചിഹ്നം. പിന്നെ യോന മത്സ്യത്തിന്റെ വയറ്റിൽ കടത്തു ാവുന്നതും അതല്ല അത്. പിന്നെ മത്സ്യം പഴയ ദിനത്തെ ഒരു പരമ്പരാഗത ചിഹ്നമായിരുന്നു. പിന്നെ യേശു പിന്നെ മത്സ്യത്തിന്റെ ചൂണ്ടയിട്ട് കിട്ടുന്ന മത്സ്യത്തിന് വാങ്ങുമ്പോൾ ആദ്യം കിട്ടുന്ന മീൻ ചൂണ്ടയിട്ടായിരുന്നു രമപ്പണ്ണം എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. പിന്നെ ഉയർത്തുന്ന യേശു അപ്പം വറുത്ത് മീനു കൊടുത്തു. പിന്നെ 153 വലിയ പറഞ്ഞാൽ വലിയ മീൻ പിടിച്ചു കാലൊക്കെ ഇട്ടു. ശിഷ്യന്മാര് യേശു വന്നപ്പോ കുരിശ് കണ്ടെത്തുന്നതിന് മുമ്പ് ക്രിസ്ത്യാനികളുടെ അടയാളമായിരുന്നു. എക്സാക്ട്ലി. എന്തുകൊണ്ടാണ് എന്റെ താഴെ കുറച്ച് സാധനം എഴുതിയിട്ടുണ്ട് കണ്ടത്. ഓക്കെ, കണ്ടാലും ഗ്രീക്കാണ്. അതെ, കാരണം കർത്താവ് ശിഷ്യന്മാർക്ക് അതായത് വലയിൽ കോരി എടുക്കുന്നതിനുള്ള കൊടുത്തോളൂ. കൃത്യമായി ഉത്തരം. ഏവർക്കും 5 points കൊടുത്തു. ഡി, ഇക്തൂസ്. യേശുക്രിസ്തു, യേശുക്രിസ്തുസ് ക്രിസ്തുസ് തിയൂസ് ഉയ്യോസ് സോറ്റേർ എന്ന് പറയുന്നതിന്റെ ഷോർട്ട് ഫോം ആണ് ഇക്തൂസ്. ആദ്യത്തെ ചോദിച്ചത് സെക്കൻഡ് അവര് രണ്ടാമത്തെ അവരോട് വരുന്നത്. രണ്ടാമത്തെ സിമ്പിൾ അവർക്കാണ്. അതെ അതെ, സെന്റ് വരുന്നു. നിങ്ങളുടെ ഉത്തരം പറഞ്ഞു. അതെ, അത് പറഞ്ഞു, വിവരം പറഞ്ഞോളൂ. അപ്പോ ഞാനതിന്റെ വിശദീകരണം പറഞ്ഞു. ഈസൂസ് ക്രിസ്തുസ് തിയൂസ് ഓയൂസ് സോറ്റേർ എന്ന് പറയുന്നതിന്റെ ആദ്യ അക്ഷരങ്ങൾ എടുത്തു കഴിയുമ്പോൾ മീൻ എന്നാണ്. അതുകൊണ്ടാണ് മീനെ അടയാളമായിട്ട് വെച്ചത്. അതും മീനെ അടയാളമായിട്ട് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ മീനിന്റെ ഷേപ്പ് കേട്ടോ. ഇത് നമ്മൾ കാലിന്റെ തള്ളവിരൽ കൊണ്ട് ഒരാള് ഒരു സെമി സർക്കിൾ വരക്കും, ഒരു ഭാഗം. മറ്റേയാൾ ക്രിസ്ത്യാനിയാണെങ്കിൽ അയാൾ ഇതുപോലെ ആ മറ്റേ ഭാഗം വരയ്ക്കും. അപ്പൊ ഈ വരയ്ക്കുമ്പം ആ മീനിന്റെ വാഭാഗം അതെങ്ങോട്ട് നീണ്ടിരിക്കുന്നോ അവിടെ ആയിരിക്കും ആരാധനാ സ്ഥലം. കാരണം അടിമകളുടെ സ്ഥലം അന്ന് ക്രിസ്ത്യാനികൾ അങ്ങനെയാണ്. അതുകൊണ്ട് ആരും അറിയാതെ ഗുഹകളിലാണ് ആരാധിക്കുന്നത്. അപ്പോൾ ആരാധനയുടെ സ്ഥലം കാണിക്കാൻ പരസ്പരം ഉപയോഗിച്ചുകൊണ്ടിരുന്ന രൂപകളാണ് മീൻ. അതാണ് ഇക്തൂസ് എന്ന് പറയുന്ന മീനിന്റെ സൂചന. ഓക്കെ, ടീം ബി, നെക്സ്റ്റ് സൈൻ. യെസ്, സൂക്ഷിച്ച് നോക്കണം. ആരെ സൂചിപ്പിക്കുന്നു? ഇല്ല. Yes, yes, it is there. അവിടെയുണ്ട്. കൃത്യത്തിലാണ് പത്രോസിനെ സൂചിപ്പിക്കുന്നു. യെസ്, നോക്കി കണ്ണ് തുറന്നു നോക്കി. അവർക്ക് 10 പോയിന്റ് കൊടുത്തോളൂ. ഇപ്പോ അതിനകത്തൊരു ഡെഫിനിഷൻ കാര്യമില്ല. അത് തലകീഴായി ക്രൂശിക്കപ്പെട്ടതിന്റെ സൂചനയായിട്ട് കുരിശു കൊടുത്തതിനകത്തുണ്ട്. ഓക്കെ, 10 പോയിന്റ് കൊടുത്തോളൂ സാറേ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ടു ടീം സി. തേർഡ് വൺ. ഓ ആണോ? എഴുന്നേറ്റ് വേണം നിൽക്കണമെങ്കിൽ. എന്തിനെ സൂചിപ്പിക്കുന്നില്ല, ആരെ സൂചിപ്പിക്കുന്നു, എന്താണ് അതിന്റെ സൂചന? Team E, Team F, കുത്തിയപ്പം അതല്ലേ ഏതാണ്ട് നമ്മളെ
പേപ്പർ കൊണ്ട് ആരോ വരയ്ക്കുന്ന പോലെ ഉണ്ട് വെച്ചിട്ടുണ്ട് അതിന് ഇല്ലേ? നമ്മൾ പണ്ടൊക്കെ പേപ്പർ കൊണ്ടാണ്ട് ചെയ്യുന്ന പോലെ രണ്ട് സാധനം വെച്ചിട്ടുണ്ട്. അത് ഓക്കെ ഓക്കെ. അടുത്ത ടീം ജി. ടീം എ. അത് അവിടെ പറഞ്ഞു കഴിഞ്ഞു. യെസ്. ടീം ബി നമ്മളാണ് തുടങ്ങി. ഓക്കെ. ടീം അത് നമ്മൾ ചോദിച്ചാൽ സീൽ ചോദിച്ചാൽ ഓക്കെ. ഓക്കെ. ഓഡിയൻസ്. ആരാ തുടങ്ങി? ഇതിൽ സീനില്ല ചോദിച്ചത്. അവര് എൻഡില് തോമസ് ലിഹ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനതിന് 5 പോയിന്റ് കൊടുക്കുകയാണ്. തോമസ് ലിഹ ഇന്ത്യയിലേക്ക് വന്നത് ആശാരിയായതാണ്. അതുകൊണ്ട് ആശാരിയെ സൂചിപ്പിക്കുന്നതാണ് ഭാരതത്തെ സിമ്പിൾ. അതുകൊണ്ട് തോമസ് ലിഹയുടെ സിമ്പിളാണത്. കുന്തവും ആശാരിയുടെ ഉപകരണത്തോട് ചേർന്ന്. ഓക്കെ. നെക്സ്റ്റ്. ഓ യെസ്, ബ്യൂട്ടിഫുൾ സിമ്പിൾ. കൃത്യമായ ഉത്തരമാണ്. യെസ്. എന്തുകൊണ്ട്? Yes, exactly. It's 10 points. And to team E next. Oh. അത് എന്താ കാണുന്നത് നോക്കി നമുക്ക് പിടി കിട്ടുമല്ലേ? To team G. കൃത്യമായ ഉത്തരം ടീം ജി 5 points. സെന്റ് ആൻഡ്രൂസ്. ആൻഡ്രൂസ് ലിഹയുടെയാണ് ഗുണചിഹ്നമുള്ള കുരിശാലാണ് മരിച്ചത്. അദ്ദേഹമാണ് 5 അപ്പവും 2 മീനും ആ കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് കൊടുത്തത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് 2 മീനിന്റെ ഈ ചിഹ്നം വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ടു ടീം. അടുത്ത എത്രാം തീയതി? നെക്സ്റ്റ് സെക്കൻഡ് ലാസ്റ്റ് വൺ. സോ ടീം എഫ്. That's beautiful. Sometimes it happens. ഇതാണ് സൂചിപ്പിക്കുന്നത്. സമയം പോകുന്നു കേട്ടോ. സമയം കണ്ടിട്ട് എന്തെങ്കിലും തോന്നും. ഒന്നും തോന്നില്ല. യോ ടൈം ഔട്ട്. പെട്ടെന്ന് പറയാൻ പറ്റും. ജി. പറയൂ എന്താണെന്ന്. ഞാൻ അത്ര ഒന്നും പറയില്ല. ബി. ഈലല്ലേ തുടങ്ങി? അല്ല ഈ അപ്പൊ ഈ പറഞ്ഞു. ഓഡിയൻസ്. ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഒരെണ്ണം കൊണ്ടുവന്നത്. ഇവിടെ കൊടുക്കാതെ അങ്ങനെ പറയരുത്. ഇതേ സത്യത്തിൽ നിങ്ങളെ ഈ ക്രിസ്ത്യൻ അത് ഞാൻ അടുത്ത വർഷം അടുത്ത കരിക്കുലത്തിൽ സൺഡേ സ്കൂൾ ഉൾപ്പെടുത്താൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ക്രിസ്ത്യൻ ഹിസ്റ്ററി. ഇത് 12 അപ്പോസ്തലന്മാർക്ക് ഓരോ അടയാളമുണ്ട്. ഇത് ചുങ്കക്കാരനായ മത്തായി ശ്ലീഹയുടെ അടയാളമാണ്. മത്തായി ശ്ലീഹയെ സേവിക്കുന്ന ആൾക്കാർ. ലാസ്റ്റ് വൺ ടു ടീം ജി. വെരി വെരി പോപ്പുലർ. വെരി പോപ്പുലർ. It's Greek in the top. ഉത്തരം പറയണം. മൗനം കൊണ്ട് ഒരു പ്രതിവിധി ഉണ്ടാക്കിയില്ല.
ഒന്നുകൂടി ടൈം ഔട്ട് പെട്ടെന്ന് പറഞ്ഞു കൃത്യമായി എക്യുമെനിക്കൽ പ്രസ്ഥാനം C5 എക്യുമെനിക്കൽ പ്രസ്ഥാനങ്ങളുടെ എല്ലാത്തിന്റെയും അടയാളാണ് ഒക്യുമെനി. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് റൗണ്ടിലേക്ക് നമ്മൾ വരികയാണ്. റാപ്പിഡ് ഫയറിലേക്ക് 9 റൗണ്ടുകൾ പൂർത്തീകരിക്കപ്പെട്ടപ്പോ സ്കോർ Team A 67.5, Team B 67, Team C leading 103, Team D coming second 85, Team E 65, Team F 45, Team G 58. Last round is rapid fire round. Rapid fire 30 seconds on time. അല്ലെങ്കിൽ 6 ചോദ്യങ്ങൾ. ശരിയായ ഉത്തരത്തിന് 3 പോയിന്റ്. ഈ ചോദ്യങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ്. Okay? So time starts now. 30 seconds. Yeah, question starts. അഹശ്വേരോഷ് ആരാണ്? മാർക്കില്ല. 2 ആമോസിന്റെ ദേശം. കൃത്യമായ ഉത്തരം 3 പോയിന്റ്. അടുത്തത് ഇമ്പമുള്ള വാക്ക് കേട്ട് തെറ്റിപ്പോകുന്നവൻ ആർക്ക് തുല്യമാണ്? ദൈവത്തിന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നവർ ആരാണ്? വിശ്വാസികളാണല്ലേ. ഓക്കെ, ഒരു ഉത്തരമാണ് അല്ലേ? 3 points, right? Yeah. To Team F. Time starts. അബിഗയിൽ ആരാണ്? ഓക്കെ, ന്യായം എങ്ങനെയാകണമെന്നാണ് ആമോസിന്റെ പ്രവചനം? കൃത്യമായി ജ്ഞാനമായപ്പോൾ തനിക്കൊരു വീട് പണിതപ്പോൾ എത്ര തൂണെന്ന് കൃത്യത്തിൽ. കർത്താവ് ജനിച്ചത് ഏത് ഗോത്രത്തിലാണ്? കൃത്യമായി. സ്വർഗത്തിൽ കേട്ട പുതിയ പാട്ട് പഠിക്കാൻ പറ്റിയത് ആർക്കാണ്? കൃത്യമായി. അടുത്തത് സെപ്റ്റുജന്റ് എന്നാൽ എന്ത്? ഔട്ട്. 5 into 3 15. And to Team E, time starts. മൊർദെഖായിയുടെ ഗോത്രം. കൃത്യമായി ഉത്തരം. നീതി എങ്ങനെ ഒഴുകണം? ഉത്തരം തെറ്റ്. ഓക്കെ, എത്ര ശരി. ഓക്കെ, നീതിമാന്റെ നാവ് എങ്ങനെ? ഓക്കെ, തെറ്റാണ്. ഓക്കെ, വിമോചനം കിട്ടണമെങ്കിൽ എന്ത് വേണം? ഓക്കെ, വാളുകൊണ്ട് കൊല്ലുന്നവൻ എന്ത് അനുഭവം കിട്ടും? കൃത്യമായി ഉത്തരം. സെപ്റ്റജന്റ് എന്ന വാക്കിന്റെ അർത്ഥം. ഓക്കെ, 3 9. ചിമ്പി ഹമ്മദാഥ ആരാണ്? ഓക്കെ, യഹോവയുടെ ദിവസം സൗന്ദര്യമുള്ള കന്യകമാർ യൗവനക്കാരും എങ്ങനെ താളടിയാവും? ഓക്കെ, മനുഷ്യന്റെ വിലയേറിയ സമ്പത്ത് എന്താണ്? തെറ്റാണ്. നീതിമാൻ എന്തിനാൽ ജീവിക്കും? കൃത്യമായി. 5 സ്വർഗത്തിലുണ്ടായ യുദ്ധം ആര് തമ്മിൽ? ബൈബിളിന്റെ സുറിയാനി പരിഭാഷയുടെ പേര്? കൃത്യമായ ഉത്തരം. 3 ഉത്തരങ്ങൾ. 3 into 3 9. 3. And to CMC, ആരംഭിക്കുന്നു. കന്യകമാരെ കാത്ത ഷണ്ടൻ. യഹോവയുടെ ദിവസം ദേശത്തെ തൊടുമ്പോൾ എന്ത് സംഭവിക്കും? കൃത്യമായി. കള്ളത്തുലാസ് യഹോവയ്ക്ക് കൃത്യമായി. വിശ്വാസത്താൽ മരണം കാണാതെ എടുക്കപ്പെട്ടത്? ഹർമഗദ്ദോൻ. യുദ്ധത്തിന് കൂട്ടുന്ന താഴ്വര. അതായത് കുഞ്ഞാടും മറ്റേ പിശാചും തമ്മിലുള്ള കൃത്യമായി. തർഗൂം എന്നാൽ എന്ത്? തർഗൂം സുറിയാനി. ഓക്കെ, 5 into 3 15.
കൃത്യത്തിലാണ് അരമായ സുറിയാനി എന്നുള്ള വാക്കാണ്. ഓക്കെ, ടീം ബി. ഹാമാന്റെ ജന്മദേശം. കൃത്യമായിട്ട് യഹോവയുടെ ദിവസം ആരുടെ കൂടാരത്തെ നിവർത്തും? തെറ്റ്. സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തന്റെ ഡാഷ്. കൃത്യമായിട്ട് ആരെ ഓർത്തുകൊള്ളണമെന്നാണ് എബ്രായ ലേഖനകർത്താവ് പറഞ്ഞത്? ഗോഗിനും മാഗോഗിനും എന്ത് സംഭവിക്കും? കെത്തൂപ്പീം എന്നാൽ എന്ത്? ഓക്കെ, 2 ഉത്തരങ്ങളാണ്, 6 points. And to team A, the last session starts. സേരശാരാണ്. തെറ്റാണ്. യഹോവയുടെ ദിവസം എന്ത് വിശപ്പാണ് ദേശത്തേക്ക് അയക്കുന്നത്? യഹോവയുടെ ഭക്തന്റെ ലക്ഷണം സദൃശവാക്യകാരുടെ ഉപദേശം. ദൈവത്തിന് ഇടപെടാതെ അർപ്പിക്കേണ്ട യാഗം. ആ കൃത്യമായിട്ട് എത്ര നാളത്തേക്കാണ് മഹാസർപ്പത്തെ ചങ്ങലയിട്ട്? കൃത്യമായിട്ട്. നബീം എന്നാൽ എന്ത്? തെറ്റാണ്. ഓക്കെ, 2 പോയിന്റ് 6. And that's all from my side. And we are moving to the final score. And our score masters are very accurate and very fast. And the final score is here. Yes. Team A 73.5. Team B 73. Team C 118. Team D 94. Team E 74. Team F 60. Team G 61. First, of course, Team C with 108. And second is Team D with 94. Third is by whisker, Team E. Just That's fine. ടീം സിയുടെ പേര് ടീം സെക്കൻഡ് ടീം ഡി Yes. We need to realize something.
ജയമുള്ള സ്ലീബായാൽ ഞങ്ങളെ മറക്കണം. ശുദ്ധമുള്ള റൂഹ കുടിയിരിപ്പിൻ്റെ ഭവനങ്ങളായി ചുമക്കണമേ. കാലമൊക്കെയിലും എല്ലാ സമയത്തും നിൻ്റെ ദൈവത്വത്തിൻ്റെ ചിറകിൻ കീഴിൽ ഞങ്ങളെ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപ, പരിശുദ്ധ റൂഹായുടെ സംബന്ധ സഹവാസം നാം എല്ലാവരുടെ മേൽ, പ്രത്യേകാൽ നമ്മുടെ കൂട്ടായ്മയുടെ മേൽ, നമ്മുടെ ഈ അനുഗ്രഹീതമായിരിക്കുന്ന മത്സരത്തിലേക്ക് കടന്നു വന്നതിൽ പങ്കാളികളായവരുടെ മേൽ, ഈ ദേശത്തിൻ്റെ മേൽ ചേർന്ന് വന്നിരിക്കുന്ന എല്ലാവരുടെ മേൽ, നമ്മുടെ വിവിധങ്ങളായ പ്രാർത്ഥനാ വിഷയങ്ങൾ അനുഗ്രഹീതമായ പൂർത്തീകരണത്തിന്മേൽ ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ.